നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ജാർഖണ്ഡിന്റെയും പശ്ചിമ ബംഗാളിന്റെയും ചില ഭാഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് BJP MP നിഷികാന്ത് ദുബെ വ്യാഴാഴ്ച ആവശ്യപ്പെട്ടു. ആസാമിന് സമാനമായ NRC ഈ പ്രദേശങ്ങളിൽ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അനധികൃത കുടിയേറ്റം തടയാൻ ചില നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഹിന്ദുക്കൾ ഇവിടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമാകുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ലോകസഭയിലെ 0 അവറിൽ വിഷയം ഉന്നയിച്ച് ദുബെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ നുഴഞ്ഞുകയറ്റം കാരണം ജാർഖണ്ഡിലെ സന്താൽ പർഗാനീസ് മേഖലയിലെ ആദിവാസികളുടെ ജനസംഖ്യ കുറഞ്ഞുവെന്നും അവകാശപ്പെട്ടു. മാൽഡ, മുൻഷിദാബാദ്, അരാറിയ, കിഷൻഗഞ്ച്, കതിർഹാർ, സാന്താൽ പർഗാനീസ് എന്നിവ കൂട്ടിച്ചേർത്ത് ഭരണഘടനാ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പ്രദേശത്ത് 100 ഗോത്രമുഖീയങ്ങളുണ്ട്, പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ മുസ്ലിങ്ങളാണ്. മാൽഡാനിയിലെയും മുർഷിദാബാദിലെയും ആളുകൾ ഞങ്ങളുടെ ആളുകളെ പുറത്താക്കുകയും ഹിന്ദു ഗ്രാമങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യുന്നതിനാൽ പാക്കൂരിലെ താരാനഗർ, ഇലാമി, ദഖാബര എന്നിവിടങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇത് രേഖാമൂലം പറയുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ്. ജാർഖണ്ഡ് പോലീസിന് ഒന്നും ചെയ്യാനാകുന്നില്ല. കിഷൻഗഞ്ച്, അരാറിയ, കതിഹാർ, മാൽഡ, മുൻഷിദാബാദ് എന്നിവ കേന്ദ്രഭരണ പ്രദേശമാക്കണം. അല്ലാത്ത പക്ഷം ഹിന്ദുക്കൾ അപ്രതീക്ഷിതമാകും. NRC നടപ്പിലാക്കണം. ഇനി മറ്റൊന്നും കഴിഞ്ഞില്ലെങ്കിൽ സഭയുടെ ഒരു കമ്മിറ്റിയെ അവിടെ അയക്കുക. മതപരിവർത്തനവും വിവാഹത്തിനും അനുമതി അനിവാര്യമാണെന്ന 2010 മുതലുള്ള ലോ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.